ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലം മാറിയാലും കോലം മാറിയാലും നമ്മളുടെ ചിക്കൻ റോളിൻ്റെയും ബീഫ് റോളിൻ്റെയും തട്ട് എന്നും താണ് തന്നെ ആയിരിക്കും. നമ്മളെ അടുക്കൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന ഒരൈറ്റാണ് ബീഫ് റോളും ചിക്കൻ റോളും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, നമ്മളതിനെ വിളിക്കൽ കരിയപ്പം എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയാം. കരിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഉള്ളി കട്ട് ചെയ്ത് ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അടുപ്പത്ത് ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളി മുറിച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് മസാലപ്പൊടിയായിട്ട് ഗരം മസാല, ബീഫ് മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചതൊന്ന് പൊടിച്ചു കൊടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടിയിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് നന്നായിട്ട് ഇളക്കിയാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ദോശ ഉണ്ടാക്കേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഇപ്പോൾ ഒരുപാട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒരു എളുപ്പ വഴിയാണിത്. അതിനായിട്ട് ഒരു ജ്യൂസിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ജ്യൂസിൻ്റെ ഗ്ലാസ്സിനൊക്കെ പറ്റിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം ഫസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ വീണ്ടും അതിൽ മൈദ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട്. അതിൽ വെള്ളം ആറാനും പാടില്ല, കുറയാനും പാടില്ല. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ച് ചേർക്കുന്നത്. പിന്നെ നമ്മൾ പത്തിരിയൊക്കെ ചൂടുന്ന ഓട് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം മൊരിയാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട പാടും തന്നെ അതൊന്ന് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലോ ഒന്ന് എടുത്തിടണം. എന്താ വെച്ചാൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ടാണ്. കാരണം ഒരുപാട് ഉണ്ടാക്കിയിട്ട് അങ്ങ് അട്ടിക്ക് വെക്കുന്നതല്ലേ, അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് വേഗം ഒന്ന് എടുത്തിടണം കേട്ടോ, എന്നാലേ ഇത് പാകത്തിലുണ്ടാവും, അല്ലെങ്കിൽ അത് നല്ലോണം ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ അട്ടിക്കങ്ങ് വെച്ചാൽ എത്ര സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഒരുപാട് ഉണ്ടാക്കുന്നവരിക്കില്ല, എളുപ്പ വഴിയാണിത്. പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇതുപോലെ അതിൽ മസാല വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കലാണ്. പിന്നെ അത് നേർങ്ങനെ മൈദ കലക്കിയിട്ട് അതിലേക്ക് നമ്മുടെ റോള് മുക്കിയെടുത്ത് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ മൈദയിൽ എന്താ മുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിൽ മുക്കിയാൽ എണ്ണയിൽ പതയൊക്കെ വരും, അതുകൊണ്ടാണ് നമ്മൾ മൈദയിൽ മുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.